മെഗാ പ്രൈസ് റൗണ്ടിലോട്ട് സ്മാർട്ട് ഷോയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഫാമിലി. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ അവരുടെ സംഭവം വന്നപ്പോൾ പോലും കൊടുത്ത സപ്പോർട്ടിന് ആദ്യം വലിയ കൈഡി തന്നെ മതിയാവും. ഡെയിൻ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, എനിക്ക് ആർക്കെങ്കിലും കിട്ടിയാൽ കമ്പനി കിട്ടുന്നത്. അപ്പോ അവരുടെ സന്തോഷത്തിൽ നിങ്ങളും പങ്കുചേരുന്നു എന്നുള്ളത്. മെഗാ പ്രൈസ് റൗണ്ടിലൂടെ നമ്മൾ കടക്കുമ്പോൾ ഒരു നിയമമുണ്ട്. അതായത് അവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 5 ചോദ്യങ്ങളിൽ ആകെ 3 ചോദ്യങ്ങൾ ശരിയാക്കിയാൽ മതി. ടാസ്ക് കളിച്ച് ജയിച്ചു കഴിഞ്ഞാൽ വിൻ ചെയ്യുന്നത് കാറാണ്. ആ കിടക്കുന്ന കാറ് നിങ്ങൾക്ക് കൊണ്ടുപോവാം. ഒരു ക്യാച്ച്, ഒരു കണ്ടീഷൻ. ഇപ്പം നമ്മൾ തുടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ 5 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഈ ചോദ്യങ്ങളിൽ ഇപ്പൊ 3 നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ ഇതുവരെ കിട്ടിയ എല്ലാ സമ്മാനങ്ങളും തിരിച്ചു. അപ്പോ അതൊരു ധൈര്യമാണ്. ഇപ്പൊ ഇതുവരെയും നിങ്ങൾക്ക് ഉത്തരങ്ങളെല്ലാം പറയാൻ കഴിഞ്ഞു. അടുത്ത 5 ചോദ്യങ്ങളിൽ ഒരു 3 കൂടി ഉത്തരം പറയാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മുന്നോട്ട് പോവാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കളി ഇവിടെ അവസാനിക്കും. നിങ്ങളാണ് എന്ത് ചെയ്യുമായിരുന്നു? ഞങ്ങളവിടെ കൂട്ടുപോയി കുഴിച്ചടിക്കാനുള്ള പരിപാടി പറഞ്ഞോളൂ. റിസ്ക് എടുക്കുന്നില്ല, നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ? സ്കൂട്ടറിൽ ഹാപ്പിയാണ് തീർച്ചയായിട്ടും. കൺഫേം. 5th റൗണ്ട് നമുക്ക് വേണ്ട. മെഗാ പ്രൈസ് റൗണ്ട് വേണ്ട. എന്നാ റിസ്ക് വേണ്ട. സ്കൂട്ടർ വിൻ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് ടൈം എവർ ഇൻ സ്മാർട്ട് ഷോ ഹിസ്റ്ററി. അപ്പൊ ആ ഫൈനൽ ചടങ്ങിലേക്ക് കിടക്കട്ടെ. ഐശ്വര്യമായിട്ട് മീനാക്ഷി കിട്ടിയാ? കുറെ ദിവസമായിട്ട് മീനാക്ഷി ഒരു ജ്വല്ലറി ബോക്സിലിട്ട് ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു എന്റെ കീ. താക്കോല് വേണ്ടേ വണ്ടി എടുക്കാൻ? ആ വേണം. വണ്ടിയും കൂടി കൊണ്ടുവരാം. പിന്നെ വണ്ടിയും കൂടി കൊണ്ടുവരാം നമുക്ക്. തീരുമാനങ്ങൾ തീക്കനൽ പോലെ നേരമൊക്കനൽ തീരും പോലെ ലോകമാകുന്ന വേദിയിൽ നീ തീരുമാനങ്ങൾ തീർക്കും നീ വിധിയെഴുത്തിന്റെ നേരത്തായി ഉള്ള ജേതാവായി സ്വപ്നം കാണാൻ ലോകം നേടാൻ ഒന്നിൽ തീയായി ഒന്നായി ഉയരാൻ ഐശ്വര്യമായിട്ട് എതിരാളികൾ തന്നെ കൊടുക്കും. അപ്പോ നമ്മൾ ഈ സ്മാർട്ട് ഷോ തുടങ്ങിയതിനു ശേഷം ഇതുവരെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ നിന്ന് ഒരാൾ സ്കൂട്ടർ എടുത്തോണ്ട് പോകണം, ആ കാർ എടുത്തോണ്ട് പോകണം. അതിനെ കുറച്ച് സ്ഥലം കിട്ടുന്നുണ്ട്. ഇവിടെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവയ്ക്കാനുണ്ട് നമുക്ക്. പിന്നെ പുതിയ കാർ വരാനുണ്ട്, പുതിയ സ്കൂട്ടർ വരാനുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് ഇത് ആരെങ്കിലും കൊണ്ടുപോയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്നു. വിദ്യാമ്മ, അക്ഷിത, നിങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ലൈഫ് അങ്ങനെ പോരാടി കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ അത് കിട്ടുമ്പോ നമുക്ക് ഇരട്ടി സന്തോഷമാണ് കേട്ടോ. അപ്പോ ഐശ്വര്യമായിട്ട് നിങ്ങൾ വന്ന എപ്പിസോഡിൽ തന്നെ അത് കിട്ടി. എനിക്കറിയാം നീ മാറി നിന്ന് കരഞ്ഞു. ഡെയിൻ, മീനാക്ഷി, നിങ്ങൾ രണ്ടുപേരും വന്ന് ഈ എപ്പിസോഡ് ഇത്രയും കളർഫുൾ ആക്കി തന്നതിന് ആദ്യമേ വളരെ നന്ദി. നേരെ അവിടെ ഓടിച്ചു കൊണ്ടുപോയിട്ട് കാണിക്കല്ലേ ഞാൻ എന്റെ സ്കൂട്ടർ എത്തേണ്ട കൈകളിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. നമ്മളെല്ലാവരും ഇവരുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഭയങ്കര അഭിമാനമുള്ള അതാണ് ഞാൻ പറഞ്ഞു. കണ്ടിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും പറയാനുള്ളത് എല്ലാവർക്കും സംശയമായിരുന്നു ഇത് ഇവിടെ നിന്ന് പോവോ ഇല്ലേ എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും പലതവണ കമന്റുകളിലൂടെ അതുപോലെ നമുക്ക് മെസ്സേജുകളിലൂടെയൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താ സ്കൂട്ടർ നിങ്ങൾ കൊടുക്കുന്നില്ലേ, അതിനാണോ ചോദ്യങ്ങളൊക്കെ കട്ടിയാക്കുന്നുള്ളത്. ചോദ്യങ്ങൾ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലായപ്പോ തീർച്ചയായും അത് എത്തി. അതും ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ വരെ പോയി അതൊക്കെ കറക്റ്റ് ആയിട്ട് വന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം. കൺഗ്രാറ്റുലേഷൻസ്.